യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സമയമുണ്ട് പ്രിപ്പറേഷന്. നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് പഠിച്ച് പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുണകരമാവും ഈ സെഷൻ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ അറ്റ് എ ടൈമാണ്. അതിലൊരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഒരുപാട് ഫാക്ട്സ് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഒരുപാട് എണ്ണം എന്നുള്ളതെന്ന് മാറ്റി നമ്മളൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്ന നോക്കുക. കാരണം സാധാരണഗതിയിൽ 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് അടക്കം തന്നിട്ട് നമ്മളോട് അനലൈസ് ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരികെ വന്ന വർഷം 1915 ആണ്. ഗാന്ധി റിട്ടേണിങ് ഫ്രം സൗത്ത് ആഫ്രിക്ക 1915 ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിൻറ്റിങ് വരച്ചത് നന്ദലാൽ ബോസ് ആണ് എന്ന് പറയുന്നു. മൂന്നാമത്തെ, മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച രചന ടോൾസ്റ്റോയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു, ടോൾസ്റ്റോയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു ആണ് എന്ന് പറയുന്നു. കപൂർ കമ്മീഷൻ അംഗങ്ങളിൽ ഒരാളായിരുന്നു ഗാന്ധി എന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരികെ വന്ന വർഷം 1915 ആണ്. 16 ഗാന്ധിജി എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ച് 17 ചമ്പാരൻ സത്യാഗ്രഹ പുള്ളി പങ്കെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ, ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിൻറ്റിങ് വരച്ചത് നന്ദലാൽ ബോസ് ആണ്. അതൊരു ഫാക്ച്വൽ ചോദ്യമാണ്, ശരിയാണ്. മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച രചന ടോൾസ്റ്റോയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു ആണ്. ശരിയല്ലേ? അതും ശരിയാണ്. നാലാമത്തെ, കപൂർ കമ്മീഷൻ അംഗങ്ങളിൽ ഒരാളായിരുന്നു ഗാന്ധി. ശരിയാണോ? കപൂർ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ട ഇതൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് അറിഞ്ഞിട്ടും ഈ 3 സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഫാക്ട്സ് പഠിച്ചറിയാവുന്നു. നാലാമത്തെ കാര്യം കുറച്ച് റെയർ ആണെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യനെ അതിൻ്റെ ഉത്തരം നൽകുന്നതിനെ നമ്മൾ ബുദ്ധിമുട്ടിച്ചേക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ ചോദ്യങ്ങളുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഓപ്ഷൻ നോക്കി നമുക്ക് ചില സമയത്ത് എലിമിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതുകൊണ്ടാണ് ഓപ്ഷൻ തരാതെ എല്ലാം ശരിയാണ്, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണ് തെറ്റാണ്, ട്രൂ ഓർ ഫോൾസ് എന്ന രീതിയിൽ ഈ സമയം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കപൂർ കമ്മീഷൻ ആക്ച്വലി 1966 ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ നിയമിച്ചൊരു കമ്മീഷനിലൊന്നാണ് കപൂർ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൽ ഗാന്ധിജി ഒരിക്കലും അംഗമാവില്ല. അപ്പോൾ ഒരു ഫ്ലോയിൽ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ എന്താണ് ചിലപ്പോൾ ശരിയായേക്കാം എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും അതിൻ്റെതായ സമയം കൊടുത്ത് അനലൈസ് ചെയ്യണം. 1, 2, 3 ഓൺലി ആർ കറക്റ്റ്, 4 is റോങ്. അപ്പോൾ ശരി ഏതെന്ന് ചോദിച്ചാൽ 1, 2, 3, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ 4 സ്റ്റേറ്റ്മെൻറ്റ് 4.